ഹലോ എവ്രി വൺ, വെൽക്കം ടു ജ്യോതി ഡിസൈൻസ്. നമ്മൾ ഇന്ന് സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് വന്നിട്ടുള്ള ഒരു ഡിസൈനർ കുർത്തിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. ഇത് തന്നെ നമ്മൾ രണ്ട് സ്റ്റൈലിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നൊരു ഫ്രോക്ക് പാറ്റേൺ വരുന്ന പോലെയും ഇത് നമുക്കിപ്പോൾ ഒരു കുർത്തിയായിട്ട് വെയർ ചെയ്യാവുന്ന രീതിയിൽ മേലെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ രണ്ട് പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡിസൈനർ കുർത്തീസാണ് കാണിക്കുക. 798 798 പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഈ ഒരു ഗ്രേപ്പ് വൈൻ കളറാണ്. അതിലേക്ക് നെക്ക് ലൈനിൽ കൂടി ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വരുമ്പോൾ സെമി സിൽക്ക് ഫാബ്രിക് ആണ്. നമ്മൾ ടസറിന്റെ ഒക്കെ ആ ഒരു ഫീലിൽ നിൽക്കുന്ന ഫാബ്രിക് ആണ്. നല്ല പ്രീമിയം ഫാബ്രിക് ആണ്. ഇതിപ്പോൾ നമ്മുടെ ആ ടസർ സാരീസിലൊക്കെ കാണുന്ന പോലെ ഒരു ടസർ ഫീലിൽ നിൽക്കുന്ന ഫാബ്രിക് ആണ്. സെമി സിൽക്ക് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഒരു കോട്ടണിഷ് നമുക്ക് വെയർ ചെയ്യാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നെക്ക് ലൈനിലേക്ക് ഇങ്ങനെ ഒരു വി നെക്ക് കൊടുത്തിട്ട്, ഒത്തിരി ഇറങ്ങിയ വി അല്ല, ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അറിയാം, കുറച്ച് കയറി നിൽക്കുന്ന പോലെ വി നെക്ക് കൊടുത്തിട്ട് രണ്ട് സൈഡ്സിലും, ആ വീടെ രണ്ട് സൈഡ്സിലും ഇങ്ങനെ ഹാൻഡ് വർക്ക് കൊടുത്തേക്കാം. ഹാൻഡ് വർക്കും കോൺട്രാസ്റ്റ് കളറിലുള്ള ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വർക്കും കൂടെയാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആൻഡ് എലിഗൻറ്റ് ലുക്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന വർക്കാണ്. ഒത്തിരി ഹെവി ആയിട്ടുള്ള വർക്കും അല്ല, എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ആ ഒരു വി കഴിഞ്ഞിട്ട് താഴേന്ന് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തേക്കാണ്. താഴേക്ക് ഫുൾ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ബോഡിയാണ് നല്ല ചേർന്ന് കിടക്കുന്ന ഫാബ്രിക്കുമാണ്. നല്ല ഷേപ്പിന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലും ആണ് വന്നിട്ടുള്ളത്. സ്ലീവ് വരുമ്പോൾ 3/4 സ്ലീവ് ആണ്. ഇത് വിത്തൗട്ട് ലൈനിങ് ആണ്. നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. 798 ആണ് പ്രൈസ്. ബാക്ക് എ ലൈൻ പാറ്റേണും ആണ് കൊടുത്തിട്ടുള്ളത്. 798 ആണ്. പല കളേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നല്ല ലെങ്ത് വന്നിട്ടുള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് വരുമ്പോൾ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇതിലേക്കും കോൺട്രാസ്റ്റ് കളർ ആ ഒരു വേറൊരു ഗ്രീനിൻ്റെ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഷെയ്ഡ് വന്നേക്കുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അടുത്തത് വന്നിരിക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. യെല്ലോ ഷെയ്ഡ്, ഇതുമെല്ലാം സെയിം പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്താണ്. നല്ല ഭംഗിയാണ് ഈ ഒരു യെല്ലോ കാണാനായിട്ട്. നമുക്ക് കോൺട്രാസ്റ്റ് ഈ ഒരു ഗ്രീൻ കളർ ബോട്ടം ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്യാവുന്നതാണ്. എല്ലാത്തിലും ആ ഒരു ഗ്രീൻ കളറാണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും നമുക്ക് ഒരു ഗ്രീൻ കളർ ബോട്ടമോ അല്ലെങ്കിൽ സെയിം കളർ ബോട്ടമോ വെച്ച് പെയർ ചെയ്യാവുന്നതാണ്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ദെൻ അടുത്തത് വരുമ്പോൾ പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ്. ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു കട്ടിങ്ങിൽ ഈ ഒരു കളർ ചാർട്ട് തന്നെ നമ്മൾ വേറൊരു ഡിസൈനിൽ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടെ നോക്കാം. എല്ലാം 798 ആണ് പ്രൈസ്. ഇതാണ് ആ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. ഇത് വരുമ്പോൾ കുറച്ചും കൂടി ഇറങ്ങിയിട്ടാണ് ഇതിൻ്റെ പ്ലീറ്റ്. നമുക്കൊരു ഫ്രോക്ക് പോലെ വെയർ ചെയ്യാവുന്ന രീതിയിൽ താഴേക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണ് പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ചിലർക്ക് ഇങ്ങനെ ഒത്തിരി കയറി നിൽക്കുന്നത് ഇഷ്ടമല്ല. സോ അതുകൊണ്ട് നമ്മൾ രണ്ട് സ്റ്റൈലിൽ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് വരുമ്പോൾ താഴേക്ക് കുറച്ച് ഇറങ്ങിയിട്ട് പ്ലീറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഇങ്ങനെ വൺ സൈഡിൽ ഹെവി ആയിട്ട് കൊടുത്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നെക്ക് ഇതിൻ്റെ സെയിം പാറ്റേൺ ആണ്. വി നെക്ക് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് 3/4 സ്ലീവ്. ഇതെല്ലാം വിത്തൗട്ട് ലൈനിങ് ആണ്. കട്ടിയുള്ള സെയിം ഫാബ്രിക് ആണ്. സെമി സിൽക്ക് തന്നെ ഒരു ടസർ ഫീൽ വരുന്ന ഒരു ഫാബ്രിക് ആണ്. 798 ആണ് ഇതിൻ്റെയും പ്രൈസ് വരിക. ഇതും നമുക്ക് അത്രയും കളർ ഷെയ്ഡ്സ് തന്നെ അവൈലബിൾ ആണ്. ഇന്നത്തെ ഒരു കളർ എക്സ്ട്രാ വരുന്നുണ്ട്, ടീ ബ്ലൂവിൻ്റെ ഷെയ്ഡ്. അടുത്തത് വന്നിരിക്കുന്നത് ആ ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇതിലേക്കും സെയിം പാറ്റേണിലാണ് വർക്ക് വരുന്നത്. ഇതിപ്പോൾ ഒരു ഗ്രീൻ അതുപോലെ പിങ്ക് ഷെയ്ഡിലാണ് കോൺട്രാസ്റ്റ് കളർ ബീഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്രീൻ ബോട്ടം പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ വെച്ചിട്ടൊക്കെ പെയർ ചെയ്യാം. ഓർ നമുക്കിത് ഫ്രോക്കായിട്ട് വേണമെങ്കിലും വെയർ ചെയ്യാവുന്നതാണ്. അടുത്തത് വന്നിരിക്കുന്ന ടീൽ ബ്ലൂ. നമ്മൾ നേരത്തെ കാണിച്ച ചാർട്ടിൽ നേരത്തെ കാണിച്ച സെറ്റിൽ ഇല്ലാത്തൊരു കളർ ഷെയ്ഡാണ് ടീൽ ബ്ലൂ വന്നിട്ടുള്ളത്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ആൻഡ് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നതിനോട് സിമിലർ ആയിട്ടുള്ള പാറ്റേൺ. ഇതിനകത്ത് കുറച്ചും കൂടി ആ ഒരു വയലറ്റ് ഷെയ്ഡ് കുറച്ച് കയറി നിൽക്കുന്നുണ്ട്. ഒരു ഗ്രേ പോയിന്റ് തന്നെയാണ്, എന്നാലും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. എല്ലാം പ്രൈസ് വരുന്നത് 798. സെമി സിൽക്ക് ഫാബ്രിക്കും ആണ്. നല്ല ലെങ്ത് വന്നിട്ടുള്ള കുർത്തിയാണ്. വീഡിയോയിൽ ഏതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇതെല്ലാം M2 XXL സൈസസ് നമുക്ക് അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.